4 പ്രത്യേക രീതികളിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇടയുണ്ട്. ഒന്നാമതായിട്ട് ദൈവം തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതായത് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി ദൈവം നൽകിയത് കാടപ്പക്ഷിയും മന്നായുമായിരുന്നു. ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നത്. രണ്ടാമതായിട്ട് ദൈവം മറ്റുള്ളവരുടെ കരത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ ഇടയുണ്ട്. അതിനുദാഹരണമായിട്ട് യോസഫിൻ്റെ ജീവിതത്തിൽ ദൈവം യോസഫിന് വേണ്ടി ഫറവോനിലൂടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് നമ്മുടെ കരത്തെ ദൈവം ബലപ്പെടുത്തുവാനായിട്ടിടയായിത്തീരും. വചനം ഇപ്രകാരം പറയുന്നു, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിനക്ക് നന്മ വരുമെന്നുള്ളതാണ്. മരുപ്രയാണത്തിൽ യാത്ര ചെയ്തു വന്നതായ ഇസ്രായേൽ വാഗ്ദത്ത കനാനിൽ പ്രവേശിച്ചതിന് ശേഷം അവർക്ക് അവിടെ നിലമുഴുത് തങ്ങൾക്ക് വേണ്ടി തങ്ങൾ തന്നെ പണിതെടുക്കുന്നതായ അധ്വാന ഫലത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാലാമതായിട്ട് ദൈവം ശത്രുവിന്റെ കരത്തെ നമുക്ക് അനുകൂലമാക്കും. യോശുവയോട് ദൈവം പറഞ്ഞു, നിനക്കെതിരെ വരുന്നതായ ശത്രുക്കൾ നിനക്ക് അനുകൂലമായിട്ട് മാറും. 23-ാം സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, ശത്രുക്കൾ മുമ്പാകെ മേശ ഒരുക്കുന്ന വലിയവനായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇങ്ങനെ 4 വിധത്തിൽ ദൈവജനത്തിന് വേണ്ടി ദൈവം നന്മ ഒരുക്കുക തന്നെ ചെയ്യും.